കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാം. ഇതെൻ്റെ അമ്മമ്മയും അച്ചച്ചനുമാണ് കേട്ടോ. ഈ വീട്ടിൽ അവർ രണ്ടുപേരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ അമ്മയ്ക്ക് 2 അനിയത്തിമാരാണുള്ളത്. ഒരാൾ ചെന്നൈയിലും ഒരാൾ ദുബായിലുമാണ്. അച്ചാച്ചൻ റെയിൽവേയിലായിരുന്നു. അമ്മമ്മ ഹൗസ് വൈഫാണ്. എൻ്റെ അമ്മമ്മയ്ക്ക് ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും ഇതേപോലത്തെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ ഇതേപോലത്തെ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാൻ ഇപ്പോൾ അവിടെ ആരുമില്ല. ഈ ഏപ്രിൽ 28-ാം തീയതി അമ്മമ്മ ഒരു അസുഖത്തെ തുടർന്ന് ഞങ്ങളെ വിട്ടു പോയി. പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണമായിരുന്നു. എൻ്റെ അമ്മയുടെ അനിയത്തിമാർക്കും എൻ്റെ അമ്മയ്ക്കും അവരച്ഛനും അമ്മയും കഴിഞ്ഞ് ഞങ്ങളും മക്കളുള്ളൂ എന്ന് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അത്രയ്ക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാരൻസ് ആയിരുന്നു. ഡെയിലി ഒരുപാട് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന. ഇതെൻ്റെ അമ്മമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ജീസസ് ക്രൈസ്റ്റിനോടാണ് എൻ്റെ അമ്മമ്മ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറ്. ഞങ്ങൾ ഹിന്ദുസ് ആണെങ്കിൽ പോലും എൻ്റെ അമ്മമ്മ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക അവിടെയായിരുന്നു. ഇതെൻ്റെ അമ്മമ്മയുടെ ഫാമിലി. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ അമ്മമ്മയുടെ നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ഞങ്ങൾ പേരക്കുട്ടികൾ അവിടെ വരുമ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. 16 അടിയന്തരത്തിൻ്റെ ഒരുക്കങ്ങളാണ്. റിലേറ്റീവ്സൊക്കെ വന്നു. അച്ചാച്ചൻ തനിച്ചിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴൊക്കെ ഭയങ്കര സങ്കടം തോന്നും. എന്നാലും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട്, ആശ്വസിപ്പിക്കാറുണ്ട്, അച്ചാച്ചനോട് സംസാരിക്കാറുണ്ട്. എന്നാലും അച്ചാച്ചന് ഒരുപാട് സങ്കടം വരും എല്ലാവരും പോകുമ്പോൾ ഒക്കെ കേട്ടോ. പിന്നെ ബലിയിടാൻ വേണ്ടി ഞങ്ങൾ 3 മണിക്ക് തന്നെ റെഡിയായി നിന്നു. 4 മണിക്ക് ബസ് ഒരു വാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നു. ഞങ്ങൾ അതിൽ കയറി തിരുനാവായ അമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടെ ഒരു 6 മണി 5:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ എത്തി. നേരെ പോയി ബലിയിടാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും മുങ്ങി. അവിടെ ഒരു കർമ്മി ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട്. ഈ ഒരു വെക്കേഷൻ ഇങ്ങനെയാവും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വയ്യാതുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് ഞങ്ങളെ വിട്ടു പോവും എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്ന തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടമില്ലാത്തൊരു പ്രകൃതമായിരുന്നു അമ്മമ്മയ്ക്ക്. എല്ലാവരെയും ഒരുപാട് സഹായിക്കുകയും എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്നൊരു പ്രകൃതമായിരുന്നു കേട്ടോ അമ്മമ്മയ്ക്ക്. അച്ചാച്ചനോട് അത്രയും കെയറിങ് ആയിരുന്നു. അവർ രണ്ടുപേരും മാത്രം നിലയിൽ ഉണ്ടായിരുന്നുള്ളൂ. അവർ 3 മക്കളുടെ ഫോട്ടോൻ്റെ ചുറ്റിനും ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡായിരുന്നു. ഒരുപാട് പേരക്കുട്ടികളെക്കുറിച്ച് കൺസേൺഡ് ആവും. കാരണം നമുക്ക് എന്തെങ്കിലും വയ്യാതൊക്കെ ആകുമ്പോഴത്തേക്ക് സ്വന്തം അമ്മമാരെക്കാട്ടും കൂടുതൽ ടെൻഷനാവുകയും അത് പെട്ടെന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നൊരു അമ്മമ്മയായിരുന്നു. ഞങ്ങൾ എല്ലാ ബർത്ത്ഡേക്കും ഓർത്ത് വെച്ചിട്ട് രാവിലെ 7:30 ആകുമ്പോഴത്തേക്കും കോൾ ഉണ്ടാവും. എന്നോടാണെങ്കിൽ അഞ്ജു ഹാപ്പി ബർത്ത്ഡേ മോളെ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ശരിക്കും മിസ് ചെയ്യും. ഫസ്റ്റ് കോൾ അമ്മമ്മയുടെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വന്ന് പോയി. ഇനി ആ വീട്ടിലേക്ക് അച്ചാച്ചനെ മാത്രമായിട്ട് കാണാൻ ഞങ്ങൾക്ക് ആർക്കും എന്താ പറയുക ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപ്പം എല്ലാവരും ഉള്ളപ്പോൾ നമുക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. ആരും ഇല്ലാത്താകുമ്പോഴായിരിക്കും. എന്തായാലും അമ്മമ്മയ്ക്ക് നിത്യശാന്തി